Hey guys, welcome back to B-Talks. Guys, ഇന്നത്തെ വീഡിയോയിൽ എക്സാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാത്ത എല്ലാവർക്കും എക്സാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളും ഒരു എക്സാം എഴുതാന്ന് വിചാരിച്ചു. നിങ്ങളുടെ പരാതിയല്ലേ നമ്മൾ എക്സാം എഴുതുന്നില്ല പഠിക്കുന്നില്ല എന്നൊക്കെ, അപ്പൊ നമ്മളും ഒരു എക്സാം എഴുതി വെച്ചു. പിന്നെ തുണ്ട് വെച്ചിട്ടുണ്ട്. തുണ്ടല്ല, മറ്റേ വേറെന്ത് പാച്ച പറയല്ലേ ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും എക്സാം ചലഞ്ചാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മള് ചാലഞ്ച് എങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഗൈസ് ഓക്കെ, നമ്മുടെ ക്ലാസ് 1 മുതൽ ക്ലാസ് 10th വരെ ഗൈസ് ഓക്കെ 1, 2, 3, 4 അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞാൻ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കരുത് പ്ലേസ്. അവിടെയാണ് ഗൈസ്. അതായത് ക്ലാസ് 1 മുതൽ ക്ലാസ് 10 വരെയുള്ള സിലബസ് അല്ലെങ്കിൽ ഇതിന് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളുടെ ഇന്നത്തെ ചാലഞ്ചിൽ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഉദാഹരണം പറയാം, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കാൻ എന്തൊക്കെയാണുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻസ് അതെ അങ്ങനെയൊക്കെ ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രൂ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും 3 ശരി ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാലഞ്ച് നമ്മൾ ടീമായിട്ടാണ് ഗൈസ് മത്സരിക്കുന്നത്. ടീമായിട്ട് കളിക്കാനാണ് നമ്മുടെ ക്രൂ നമ്മളോട് നിർദ്ദേശിച്ചത്. ഞാനും ചാർലി ചേട്ടനും ടീമല്ല, എപ്പോഴും ഇവർ 2 ഗൈസ് ഇപ്പൊ ടീം ആവുന്നത്. അപ്പൊ ഒന്ന് ഷഫിൾ ചെയ്ത് അങ്ങ് വെട്ടി മുറിച്ച് മാറ്റിയാണ്. എന്തോ ഒരു പ്രാവശ്യം എങ്ങാനും അറിയാതെ ടീമായി, ഒരു ടീം അറിയാതെ ഒരു പ്രാവശ്യം ഒരു ടീമായി. അപ്പൊ ഇവര് എപ്പോഴും ആയെന്ന് നമ്മളല്ല പേടിയാണ് ബ്രോ. ഞങ്ങളുടെ ഈ ഡുവോനെ തോപ്പിക്കാൻ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കി നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഡുവോ അങ്ങ് കത്തുവാ. അത് നിങ്ങള് നിന്റെ ടീമായി പ്രാവശ്യം നോക്കിയുണ്ടല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇവിടെ ടീം നോക്കുകയാണെങ്കിൽ ഗൈസ് KMC കൊമ്പൻ ആൻഡ് എഡ്വിൻ BCB ഒരു ടീമാണ്. അതുപോലെ തന്നെ ഗൈസ് ഇവിടെ ചാർലി BCB ആൻഡ് റാഷിക് DB ഒരു ടീമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇവിടെ നമ്മുടെ ക്രൂ റെഡി ആയിട്ട് ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ എക്സാം പേപ്പറും അതുപോലെ തന്നെ ബോർഡും പെൻസിലൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അതുപോലെ തന്നെ ഗൈസ് ഓക്കെ നമ്മൾ 900K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് നമ്മൾ കഴിഞ്ഞ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്പെഷ്യൽ കാര്യം സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാൻ മിസ് ചെയ്യരുത് ഗൈസ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും തുടർച്ചയായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ B-Talks 1 million അടിക്കണം. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലൂ വരാം 2 പേര് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ആ വ്ലോഗിലാണ് ഗൈസ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഗൈസ് ഒക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിക്കുന്ന ഒരു ക്ലാസ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണോ? 2 ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ 110 and 11. ഇതെന്താ ചെയ്യേണ്ടത് നമ്മള്? എത്രയാണ്? ഓ അതാണോ അങ്ങനെ? 110 and 11 equal to ഇതല്ല ഉദ്ദേശിച്ചത്. അതല്ലേ ഉദ്ദേശിച്ചത്. 110 and 11. ഇനി പറഞ്ഞൊന്നും തരാൻ പറ്റൂല കേട്ടല്ലേ. പിന്നെ ഇതെന്ത് 1ാം ക്ലാസ്സിലേക്ക് ചോദിക്കുന്നില്ല ആള്. 1ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മന്നൗതികളാ? നേരൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഇങ്ങനെ അതാണ് ഇല്ലേ കൺഫ്യൂഷൻ ഇല്ലേ? ഇതെന്താ ഇപ്പത്തെ സിലബസ് ഒക്കെ ഭയങ്കര ടഫ് ആവുന്നുണ്ട്. നമ്മൾ പഠിക്കുമ്പോ എന്ത് മാറിയില്ല. അങ്ങനെ സമയം ഉണ്ട്. 1ാം ക്ലാസ് ആണ് ഏറ്റവും ടഫ്. അല്ല ഇവരാദ്യം കഴിഞ്ഞു. 110 and 11 നമ്മൾ തെങ്ങലും കറക്കെ ആൻസർ 11. തോന്നി. ഞാൻ പറഞ്ഞോ ഒരൊന്നുമായ എത്ര? 110. തെറ്റി സമ്മതിക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും തെറ്റിച്ചിരിക്കുന്നു. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ 0 divided by 9.
ഞങ്ങൾ എഴുതി ഫസ്റ്റ് പറഞ്ഞ ഞങ്ങൾക്ക് മാർക്ക് തരുമോ? മാർക്ക് തരുമോ ഫസ്റ്റ്? നമ്പർ ഇട്. ഇതാരാ അല്ലല്ലോ അതല്ലേ അല്ലല്ല ഇതല്ലേ വരട്ടെ അറിയാവോ? ഇത് KMC കൊമ്പന. ഞാൻ ടൈംസ് അപ്പ് ആയോ? അല്ലല്ല ഇതാ Answer is 0. 0 Answer is 0 ഇത് കുറച്ച് അല്ലെങ്കിൽ ഡൗട്ട് ഇരിക്കണേ കുഴപ്പമില്ല, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വിട്ടുകളാ അല്ല അയാൾക്ക്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമുക്ക് എല്ലാവർക്കും ഒരു മാർക്ക് ഒന്നാം ക്ലാസ് ജയിച്ചിരിക്കുന്നു. ഇനി രണ്ടാം മാർക്ക് കിട്ടിയാൽ മതി ജയിക്കാൻ. ഇനി ഗൈസ് ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി വരുന്നത്. ഓക്കെ ശ്രദ്ധിച്ചോട്ടെ. സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിന്ദിയാണ്. ഹിന്ദിയോ? അറിയാലോ. ഹിന്ദിയില് അക്ഷരത്തില് തായില് താ കഴിഞ്ഞിട്ടുള്ള 4 അക്ഷരങ്ങൾ ഏതൊക്കെ? താ വേണ്ട. ആ ഈ അതുപോലത്തെ സംഭവമില്ലേ? താ ത ദ. ഓ ഓക്കെ. ഹിന്ദി കണ്ടപ്പോ ഇതുണ്ട് അല്ലല്ല ഇതുണ്ട് ഈ സാധനം ഉണ്ട്. അതല്ലോ ഉദ്ദേശിച്ചേ. അല്ല ഇത് ഇതല്ല. തീറ്റിയാണോ? അല്ലല്ല അതായത് താക്ക് ശേഷം നമ്മളെ അതായത് ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഫുൾ കറക്റ്റ് ഓർഡർ ആണെങ്കിൽ ശരിയാണെങ്കിൽ മാത്രമേ ഒരു മാർക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ ഒരെണ്ണം തെറ്റിയാലും നമ്മളല്ലെങ്കിൽ തെറ്റൂലല്ലോ. പറ. രണ്ടും തെറ്റാ. അല്ല രണ്ടും തെറ്റാ. ഏതൊക്കെ എത്ര ശരി? കുറച്ച് മാറിപ്പോയി. അതോ എല്ലാം തെറ്റാ. ഇതെല്ലാം തെറ്റത്ര. ഇതില് ഒന്ന് തെറ്റുള്ളൂ. ഇത് ഇവിടെയല്ലേ? ഏത് ഇതേത് അക്ഷരം? ഇങ്ങനെ അക്ഷരം ഉണ്ടോ? അത് തെറ്റട്ടെ. ഞങ്ങൾ അല്ലെ ഞാൻ തെറ്റട്ടെ. രണ്ട് മാറിപ്പോയി. അത് വേറെ ബന്ധമില്ലാത്ത വാക്കുകൾ. ഇതാണ് പിന്നെ എല്ലാം തെറ്റിന്ന് പറഞ്ഞ എങ്ങനെ എനിക്ക് അത്രയ്ക്ക് ഓർമ്മ എഴുതി കൂടെ അത് തെറ്റാ അത് തെറ്റാ. രണ്ടാമത്തെ തെറ്റാ. രണ്ടെണ്ണല്ലേ തെറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പറ. ഇതെല്ലാം തെറ്റി. അല്ലല്ല ഓർഡർ ഒരെണ്ണം തെറ്റി. നമ്മുടെ രണ്ടെണ്ണം തെറ്റി. ഓ ഇത് ഇങ്ങനെ ആയതല്ലേ? അതാണ് എല്ലാവരും തെറ്റിന്ന്. എല്ലാരും തെറ്റി. കട്ട് ചെയ്താ ഞാൻ അവരുടെ കട്ട് ചെയ്തിട്ടുണ്ട്. പേടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചാ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഗായ്സ്. അപ്പൊ എന്തായാലും നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. Which is the smallest unit used to measure volume? വോളിയം മെഷർ ചെയ്യാൻ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണ് ഉപയോഗിക്കുന്നത്? ഇതാണോ? ചക്കായി നിൽക്കട്ടെ. മനസ്സിലായോ? അതാണോ? അതല്ല വോളിയം എന്ന് പറയണത് വേറെയാണ്. എടാ മറ്റേ ഈ സൗണ്ട് അല്ല വോളിയം. അതല്ല പൊട്ടാ. അതല്ലേ എടാ നീ അതെനിക്ക് വിചാരിച്ചില്ല. നമ്മളത് വിചാരിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് അതല്ലേ വാ തുറന്ന് പറഞ്ഞേക്കുന്നത്. അത് ഉറപ്പിച്ചാണല്ലേ? അതല്ല അതല്ലേ ഞങ്ങളുടെ അല്ലേ? പിന്നെ എഴുതിയേ. ഞാൻ പറയട്ടെ. അറിയോ? നമുക്കറിഞ്ഞൂടാ. Smallest unit used to measure 15 ഇതിന്റെ സ്കെയിൽ. ഇത് 15 ഇഞ്ച് സ്കെയിൽ. ഇരുമ്പ് സ്കെയിലാണോ പ്ലാസ്റ്റിക്? ചെറിയ സെന്റിമീറ്റർ പറയുന്നത്. അത് എഴുതി ആ സ്കെയിൽ. ഇതൊന്നും അല്ലാട്ടാ. അല്ലേ? അതല്ലേ ഇവനൊക്കെ സംസാരം കേട്ടൊന്നും ശരി ശരിയാണെന്ന് ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ഫുള്ളി കോൺഫിഡൻസ്. ഇത് ആരാന്നറിയാവോ? അമ്പത്തോ ചെങ്കോ. എനിക്ക് ഫിസിക്സ് അറിഞ്ഞൂടാ സാറേ. ബ്രോ നമ്മളിതൊക്കെ അറിഞ്ഞിട്ടാണോ ബോളി അല്ലേ? ഓക്കെ നമ്മളെഴുതി അവര് വിചാരിക്കരുത് മില്ലിഗ്രാം. ഡെസിമൽ. ഏതാ ശരി? മില്ലിലിറ്റർ. മില്ലിഗ്രാം ലിറ്റർ വെള്ളത്തിനല്ലേ? വോളിയം എന്ന് പറയുമ്പോ വെള്ളത്തിനാണോ പറയുന്നേ? സാധനങ്ങൾക്ക് മറ്റേ അല്ലാണ്ട് വെയിറ്റ് എന്ന് പറയില്ല. നമ്മള് 2ാം ക്ലാസ് കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി അറിയോ? 10-20 കൊല്ലായി. ഇതൊക്കെ മറന്നു പോകും. ഇനി 3ാം ക്ലാസ്. അപ്പൊ 2ാം ക്ലാസ് എല്ലാരും തോറ്റു. മോളിൽ പറഞ്ഞ കൂട്ടുള്ള മോളിയല്ലടാ പൊട്ടാന്ന് പറയുന്നല്ലേ? ഡെസിബൽ
അതെ അപ്പൊ 2ാം ക്ലാസ്സിൽ എല്ലാവരും തോറ്റിരിക്കുന്നു. ഇനി 3ാം ക്ലാസ്സിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ്. അതെങ്ങനെ 2ാം ക്ലാസ് അന്ന് നീ 2ലേക്ക് ഞങ്ങൾ 3 ഓക്കെ ഗൈസ്. അപ്പൊ 3rd സ്റ്റാൻഡേർഡിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. എന്തൊക്കെ തേങ്ങ നമ്മൾ മിക്കവാറും ഇതെല്ലാം നോക്കും. ശ്രദ്ധിച്ച് കേട്ടോ. മൂൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് വിച്ച് പ്ലാനറ്റ്? മൂൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് വിച്ച് പ്ലാനറ്റ്? പിന്നെ എന്നാ എനിക്ക് എന്റെ കൂടെ കയറി എനിക്കറിയത്തില്ല അതല്ല നേരെ ആലോചിച്ചോക്ക അതല്ല അതല്ല ഏത് പ്ലാനറ്റിന്റെ കൺഫ്യൂഷൻ ആകുന്ന ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്ന അല്ല, അതാണ്. അതല്ല പോട്ടെ, തെറ്റിട്ട് ബാക്കി 2ാം ക്ലാസ്സിൽ തോറ്റു, പിന്നെ 3ാം ക്ലാസ് അല്ല. പിന്നെ ജൂപ്പിറ്റർ. ജൂപ്പിറ്ററാ? എർത്തിന്നുള്ളവർക്കല്ലേ സാറ്റലൈറ്റ് ഇതാകത്തുള്ളന്ന്. 4ാം ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു. ഓ അതാണ് ഗൈസ്. അപ്പൊ ഇനി 3ാം ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ എന്തായാലും 3rd സ്റ്റാൻഡേർഡിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, അവിടെ മാർക്ക് കിട്ടിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് 3rd സ്റ്റാൻഡേർഡിലെ നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8 സ്ക്വയർ ഈക്വൽസ് ടു എന്തിനാ മാക്സിൽ ദിസ് ഈസ് ചിട്ടി റോബോട്ട് ഓഫ് മാക്സ്. ഈ അവിടെ 8 സ്ക്വയർ തീരാറായോ? ആ ഇങ്ങനെ വിട്ട് അവരല്ല, നമ്മളല്ല. അല്ലല്ല ഇവരെ ഞങ്ങളെ അതെ തന്നെ. അതെ 64. നിങ്ങള് നമ്മൾ വിശ്വസിക്കൂ. എല്ലാം വായിച്ചോളാം. 16, 24, 32, 40. പറയാനുള്ള ചിലപ്പോ കണക്ക് മാറിയിട്ടുണ്ടെങ്കിലോ പണ്ടത്തെ പോലെ ആവണമെന്നില്ല. സിലബസ് മാറിയാ കണക്ക് മാറി. മണ്ടന്മാരട്ടാ, നമുക്ക് 5 തൊട്ട് തുടങ്ങിയാൽ മതിയായിരുന്നു. 40 തൊട്ട് ശരിയാണ്, അത് ഓർത്തില്ല ഗൈസ്. അപ്പൊ 3ാം ക്ലാസ്സിൽ നമ്മൾ 2 മാർക്ക് ഞങ്ങൾ ജസ്റ്റ് പാസ് ആണെങ്കിലും പാസ്സായി. അങ്ങനെ 3ാം ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ 4ാം ക്ലാസ്സിലേക്ക് കിടന്നിരിക്കുകയാണ് ഗൈസ്. The solid which dissolves in a liquid is called dash. The solid which dissolves in a liquid is called സോളിഡ് ലിക്വിഡ് ആയ എന്താവുന്ന മനസ്സിലായി. ഡിസോൾവ് ആയാൽ എന്തായി? അതല്ലേ? നീ ആൻസർ അതാണ് ലിക്വിഡ് സൊല്യൂട്ട്. കുറച്ച് കയറി ഇരുന്നിട്ട് തുറക്കും. സൈക്കോളജിക്കൽ അല്ലേ? എങ്ങനെ സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അല്ല നമ്മള് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതിനകത്ത് പാസ്സായാൽ മതി. അതെ നിങ്ങൾക്ക് തന്നെ മതി. അപ്പൊ എന്നാൽ ഞങ്ങളൊരു സർപ്രൈസ് പറയട്ടെ. ഞങ്ങൾ എഴുതിയത് സൊല്യൂട്ടാണ്. കാണിച്ചോട്ടെ. ഈ വേണ്ടല്ല, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അത് വിട്ടിട്ട് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ടു ലണ്ടൻ ഓൺ ദി ട്രെയിൻ യെസ്റ്റർഡേ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഡാഷ് ടു ലണ്ടൻ ഓൺ ദി ട്രെയിൻ യെസ്റ്റർഡേ. എക്സാമ്പിൾ നമ്പർ 1, ഡിഡ് ക്രിസ്റ്റി വെന്റ്. സെക്കൻഡ് ഓപ്ഷൻ, ഡിഡ് ക്രിസ്റ്റി ഗോസ്. തേർഡ്, ഡിഡ് ക്രിസ്റ്റി ഗോ. നമ്മള് കഴിഞ്ഞു ആണ്, മനസ്സിലായോ? അപ്പോ ഇതല്ലേ വരിക അല്ലേ? പഠിക്കുന്ന പിള്ളേർ ഇത്ര ഇതായിപ്പോല്ലോ. ഓക്കെ പറഞ്ഞോ. Did Christy went to London on the train yesterday? ഡിഡ് ക്രിസ്റ്റി വെന്റ് തെറ്റി. എന്റെ എഴുതിയത് വെന്റാണോ? തെറ്റി. ഗോസ് ഗോസ് അല്ലേ? ആയിരിക്കും അല്ലേ? ഗോയാ. Go to London yesterday. അപ്പോ ഉത്തരം ഗോ ആയിരുന്നു ഗൈസ്. 3rd ഓപ്ഷൻ ആയിരുന്നു. 4 തോറ്റു.
അപ്പൊ 4 രണ്ടുപേരും 2ാം ക്ലാസ്സിലെ ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. 4ാം ക്ലാസ്സിലും സത്യം പറയാലോ ഈ ഫ്രീ പാസ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ ആരും ജയിച്ചു. ഒന്ന് തന്നെ ഞങ്ങളിപ്പോ 2ൽ ഈച്ച അടിച്ചിരുന്നത്. 5ാം ക്ലാസ്സില് ആണ് നമ്മളിപ്പോ കറണ്ട് അറിഞ്ഞോണ്ട് തെറ്റിക്കണേ എന്നാലും ഒരു രസം ഉണ്ടാവും. അത് പറഞ്ഞോണ്ട് മനസ്സിലായി നീ അറിഞ്ഞോണ്ട് തെറ്റിക്കുകയാണെന്നുള്ളത്. ഞങ്ങള് അറിയാണ്ട് തെറ്റിപ്പോയതാണ്, ഇവര് അറിഞ്ഞോണ്ട് തെറ്റിക്കുകയാണ്. അറിഞ്ഞോണ്ട് തെറ്റിക്കണം. നമ്മള് കുറച്ച് എന്റർടൈൻമെന്റ് വേണ്ടത്. അവിടെ കിടന്ന് കരയിലുണ്ടെന്നാ തോന്നി ചുപ്പിയുടെ കാര്യം. തോന്നുന്നില്ല അതുകൊണ്ട് 4 തന്നെ നീ ഫ്രീ പാസ് അത് തന്നെ മനസ്സിലായി. 5ാമത്തെ ക്ലാസ്സിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. All multiple of 2 are dash numbers. All multiple of 2 are dash numbers. ഓൾ മൾട്ടിപ്പിൾ അങ്ങനെ. ഓക്കെ ആ മനസ്സിലായി. ഇത് നമ്മളെ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചേ ഈവൻ നമ്പേഴ്സ് അല്ലേ? അത്ര 5ാം ക്ലാസ്സില് ആദ്യത്തെ മാർക്ക് നേടിയിരിക്കും. മോഡൽ എക്സാമിന് അരക്കൊല്ല പരീക്ഷയ്ക്ക് ജയിച്ചു, ഹാഫ് ഇയറിലേക്ക് ജയിച്ചു. ഡയറക്റ്റ് 5ലേക്ക് കൊണ്ടുവരണം. നമുക്ക് സാധനങ്ങൾ ഇഷ്ടമല്ല, അത് 10ലേക്ക് പെട്ടെന്ന് ചാടാവും. അതെ. അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. 5ാമത്തെ 2ാമത്തെ ക്വസ്റ്റ്യൻ. കല്ല് കൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിന്റെ പേര്. എനിക്കിതറിയായിരുന്നു. അത് ആണ് അത് വേണ്ട, ഇതിന്റെ ആവശ്യമില്ല, അതിലില്ല. പക്ഷെ എനിക്ക് ഇതാണെന്ന് അറിയാൻ മേല, ഇതിനൊരു ഇതുണ്ട്. AD നൂറ്റാണ്ട്. സ്റ്റോൺ ഏജ് അതാണോ? അതല്ല, മലയാളത്തിൽ നവീന കാലഘട്ടം, നവീന യുഗം, ശിലായുഗം. അതന്നെ നവീന ശിലായുഗം. മനസ്സിലായി. അത് ഏത് ഇതാണെന്ന് മനസ്സിലായില്ല. നൂറ്റാണ്ടെന്നല്ല, കാലഘട്ടം ചോദിച്ചു. കാലഘട്ടം അല്ലെങ്കിൽ യുഗം? നൂറ്റാണ്ടല്ലേ? കാലഘട്ടം അല്ലെങ്കിൽ യുഗം? ഇത് മാത്രം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് കാലഘട്ടം അല്ലെങ്കിൽ യുഗം. ഓക്കെ, ഇവിടെ ഫുൾ പാസ് എത്ര എണ്ണം ഉണ്ട്? ഒന്നിലുമില്ല. ഏതിനാ ഫുൾ പാസ് ഉള്ളത്? പഠിച്ച് തോറ്റവരാണ് ചരിത്രം തിരുത്തുന്നത്. എബ്രഹാം ലിങ്കൻ. അത് പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. തോറ്റ് പഠിച്ച് എബ്രഹാം ലിങ്കൻ ആരാ? തോമസ് അൽവാ എഡിസൺ. അതുപോലെ എബ്രഹാം ലിങ്കൻ കണ്ടുപിടിച്ച ചാൾസ് ബബേജ്. എബ്രഹാം ലിങ്കൻ ആരില്ലോട്ടെ? തോമസ് ആലുവ എഡിസൺ. 6ാം ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുവാണ്. 6ാം ക്ലാസ്സിൽ Which is the smallest organism we can see with our naked eye? നമ്മുടെ നേക്കഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന തുണിയില്ലാത്ത കണ്ണുകൊണ്ട് കാണുന്നത് ചെറിയ അവയവം. നേക്കഡ് ബൈക്ക് എന്ന് പറഞ്ഞ തുണിയില്ലാത്ത വണ്ടിയാ. എനിക്ക് കാണണ്ടത്. അതിനാണോ? അതെ ആ Ding ding. ഓക്കെ പറ. നിങ്ങൾ അല്ല നിങ്ങൾ പറഞ്ഞു. ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. നമ്മളെ കഴിഞ്ഞ ഐസ് കണ്ണ് നേക്കട് കണ്ണുകൊണ്ട് കാണുന്നേ. പറ നമ്മളെ എഴുതി പറഞ്ഞ നിങ്ങൾ പറ. അത് വിട്, ഇവര് പറയട്ടെ. ഇവര് പറയട്ടെ. നിങ്ങള് എന്താ ഇത് പറ, കേട്ടില്ല. ഓർഗൻ അല്ലേ നിങ്ങൾ പറഞ്ഞേ? Which is the smallest organism we can see with our naked eye? കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഓർഗനിസം. ഞാൻ ഉദ്ദേശിച്ച ഓർഗൻ എന്നാണ്. പിന്നെ എന്താ ഉത്തരം? എന്താ ഓർഗാനിസം? ഉത്തരം എന്താ? ഞാൻ കേട്ടത് ഓർഗണാ. മാഗ്നിഫയർ ലെൻസിൽ ഉപയോഗിക്കുന്ന എന്ത് ടൈപ്പ് ലെൻസ് ആണ്? എന്ന് വെച്ചാ മനസ്സിലായില്ല. എനിക്കറിഞ്ഞു. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എനിക്കറിയാം. എന്ത് ടൈപ്പ് ലെൻസ് ആണ് മാഗ്നിഫയിങ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്നത്? ഏതില്? മാഗ്നിഫയറിൽ എഴുതിക്കുന്നേ. ഓ, മനസ്സിലായോ? എനിക്കറിയാം, പക്ഷേ
എന്താണ്? നമ്മൾ പൊട്ടന്മാരാണ്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവരും കൂടെ എന്തിനറിയാം. പക്ഷെ ഇത് ഇപ്പൊ ഈ പറഞ്ഞത് കട്ട് ചെയ്യില്ലല്ലോ. ഇത് പക്ഷെ ശരിയാണോന്ന് എനിക്കറിയില്ല. എനിക്ക് സാധനത്തിന്റെ പേര് ഇതിന്റെ പേരറിയാം, പക്ഷെ ആണോന്ന് അറിയത്തില്ല. പറഞ്ഞതില് എന്തൊക്കെ ആണ് സംഭവം ആക്ച്വലി. അല്ല, അതാണ്. പക്ഷെ അതാണ്. പക്ഷെ അത് തന്നെ ആണോ അതിലുള്ളത് എന്നുള്ളതാണ് കൺഫ്യൂഷൻ. എന്നാ പറഞ്ഞോ. മാഗ്നിഫയർ ലെൻസ്. പറ, നമ്മള് മാഗ്നിഫയർ ലെൻസ് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് പറഞ്ഞേ. MAGNIFIER. അവിടെ പറ. കോൺകേവ് ലെൻസ്. ശരിയാണോ? കോൺവെക്സ് അല്ലേ? കോൺവെക്സ്. 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 കോൺകേവ് അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി. 2 ലെൻസ് അതാണെന്ന് അറിയാം, പക്ഷെ അതില് ഏതാ കോൺകേവ് ചലപ്പോട്ടെ. ഇതൊക്കെ ചോദ്യം തന്നെ എഴുതി വെച്ചേക്കുന്നത്. കോൺകേവും കോൺവെക്സ്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി പറഞ്ഞിട്ടുണ്ട്, അറിയാൻ വേണമെങ്കിൽ ചോദ്യം തിരിച്ചും മറിച്ച് എഴുതിയാൽ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം തന്നെ എഴുതി അങ്ങനെ മാറിപ്പോയത് ഗൈസ്. എന്നാലും നമ്മള് കുറച്ചൊക്കെ ശരി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും 6ാം ക്ലാസ്സിൽ അതിസാഹസികമായി തോറ്റു. ഫുൾ പൊട്ടലായിരുന്നു, അറഞ്ച പറഞ്ഞ പൊട്ടലായിരുന്നു ഗൈസ്. ഓക്കെ, എന്നാലും ചോദ്യം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്ന വിചാരിച്ച ആ ഒരു ബുദ്ധി. ഗൈസ്, അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് അങ്ങനെ മറ്റേ കോഴ കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് പാസ്സായി. അതെ, ഡൊണേഷൻ കൊടുത്ത് പാസ്സായിട്ട് 7ാം ക്ലാസ്സിലോട്ട്. ഞങ്ങളോട് നേരത്തെ പൊക്കോളാൻ പറഞ്ഞു, കാരണം ഞങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What is the basic unit of life? ലൈഫിന്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? എന്താണ്? ഇതല്ലേ? അതല്ലേ? അതല്ലേ? 12 യൂണിറ്റ് ഒന്നും തീർക്കരുത്. ഡെസിബിളിലൊക്കെ ഇതല്ലോ. ഇതന്നെ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളി സപ്പോർട്ടഡ് ടു റാഷിക് ഡിബി. തെറ്റിയല്ലോ, നല്ല ഇരിക്കട്ടെ. അതല്ല അതല്ലേ ആയിരിക്കും. പറയൂ. ഞാനല്ല, അവരാ പറയണ്ട. നമ്മളെ കഴിഞ്ഞ വർഷം പറയാം. ഓക്സിജൻ. ഓക്സിജൻ. ബ്ലഡ്. ജസ്റ്റ് ഏതാ? സെൽസ്. ബ്ലഡ് യൂണിറ്റ്. സെല്ല്. മതി മതി. ബ്ലഡിലല്ലേ ഈ സെല്ലുള്ളത്? അല്ല, അത് കൂട്ടത്തില്ല. മതി മതി, ഉരുളല്ലേ. എല്ലാരും വിട്ട് ഹാപ്പി ഹാപ്പി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെല്ല് നമ്മൾ ബ്ലഡ് ആണ് ശരീരത്തിലോട്ട് ആളുണ്ടല്ലേ. ബ്ലഡ് ആണ് യൂണിറ്റിൽ എടുക്കണേ കേട്ടാ. ശ്രദ്ധിച്ചു കേട്ടോ, വലിയ ആൻസർ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. സപ്തതി എന്നത് ഏത് സംഖ്യ സൂചിപ്പിക്കുന്നു? സപ്തതി എന്നത് ഏത്? അത് ഒരു നമ്പറാണോ? നമ്പറാണോ ഇതുള്ളത്? അത് ഞാൻ പറയാം. ഉറപ്പാ? അതല്ല, അതാണ് സപ്തതി മലയാളം വേർഡാണോ അതോ? ഓക്കെ, സപ്തതി എന്ന് വെച്ചാൽ മറ്റേ ചാത്ത് കഴിയുമ്പത്തേക്ക് ഉള്ളതല്ലേ? അല്ല, മറ്റേ അല്ല, സപ്തതി സപ്തതി അല്ലേ? തപസ്സി. ഒരു സെക്കൻഡ്. ഓക്കെ, പറ. നിങ്ങൾ തന്നെ 60. 60 ചെയ്തത്? തെറ്റ്. പിന്നെ എന്തിനാ റിലേറ്റഡ് ആണ് ആക്ച്വലി. ഞാൻ മറ്റേ ഇതുവരെ ചിന്തിച്ചെടുത്തിയാ. ബ്രോ പറഞ്ഞ റിലേറ്റഡ് ആണ്. ഞാൻ മറ്റേ ദിലീപിന്റെ അക്കളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല, പദ്ധതി. 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. സപ്തതി. 7ാം വയസ്സിലെ സപ്തതി ആഘോഷിക്കുന്നത് നമ്മൾ ആഘോഷിക്കത്തില്ലേ? ഞങ്ങളതാ പക്ഷെ 60 ആയി പോയത്. അതാ നമുക്ക് പറ്റിയ. ജസ്റ്റ് മിസ് ഗൈസ്. ഈ സപ്താഹം എന്തുവാ? അത് മരിച്ചിട്ടല്ലോ. ആർക്കറിയാം അതൊക്കെ എന്തിനാ ഇനിയിപ്പോ ഇവിടെ. ആള് കഴിഞ്ഞ് ഇത് മായ്ച്ചള, പെട്ടെന്ന് മായ്ച്ചള. ഇത് മായ്ച്ചള, പടപടന്ന് മായ്ച്ചള. എന്താണ്? പൂജയൊക്കെ എഴുതി എഴുതി 60 പൂജ ഉണ്ടല്ലോ. കാണിക്ക എന്ത് കാണിക്കാൻ? ഏഴാം ക്ലാസ്സിലും പൊട്ടിയിരിക്കുന്നു. ഫസ്റ്റ് അപ്പൊ ഇനി 3 നിങ്ങളെ കൊണ്ടാ 7ാം ക്ലാസ്സിലൊക്കെ നോക്കുമ്പോ കുറച്ച് ഡിപ്രഷൻ. മാത്തമാറ്റിക്സ് ഒന്നും ഇല്ലേ? മാത്തമാറ്റിക്സ് വെക്കല്ലേ ദൈവത്തെ ഓർത്ത്. അതാ പിന്നെ 8-ലൊന്നും മാത്തമാറ്റിക്സ് ഇല്ലാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി നമ്മൾ ഹയർ സെക്കൻഡറിയിൽ എത്തി. ചുമ്മാ ഇന്ന് തമാശ ഫുൾ സീരിയസ് ആണ് ഇനി ക്ലാസ്. ഇനിയാണ് നമ്മളെ കഴിവ് കാണാൻ പോണ നിങ്ങള്. ഇനിയാണ് പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഫൈൻഡ് ദ റിലേഷൻ ഫ്രം ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദി സെക്കൻഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. സ്കെയിലാർ ക്വാണ്ടിറ്റി 7th എങ്ങനെ ഇരുന്നോ? സ്കെയിലാർ ക്വാണ്ടിറ്റി ഈസ് സ്പീഡ്. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി സ്പീഡ് ആണെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്?
സ്കെയിലാർ ക്വാണ്ടിറ്റി സ്പീഡ് ആണെങ്കിൽ വെക്ടർ എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി അങ്ങനെയല്ലല്ലോ അത് ക്വസ്റ്റ്യൻ പറഞ്ഞത്. കേട്ടോ അതായത് ആ പേരൊന്ന് പറഞ്ഞേ. മറ്റേനെ വെച്ച് അതിനെ വെച്ച് കൺസിഡർ ആണെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി സ്പീഡ് ആണെങ്കിൽ വെക്ടറിന്റെ പേരാണ് എഴുതേണ്ടത് നമ്മള്, അതോ എന്താണ്? ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റിന്റെ പേരാണ് എഴുതേണ്ടത്. എന്നെ കൊണ്ട് പറ്റത്തില്ല. 7-ലാണത്, 8-ലാണല്ലോ. 8 പൊട്ടാൻ പറ്റൂല എന്ന് പറയുന്നത് ശരി ഉത്തരം എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. പറഞ്ഞോ. നിങ്ങളെ വെലോസിറ്റി ലെങ്ത് പറ. അല്ല നമുക്ക് ഉത്തരം എന്താ? ആൻസർ വെലോസിറ്റി. ഒന്ന് കെട്ടിപ്പിടിക്കണം. എന്നാലും അതെങ്ങനെ വന്നേന്ന് ആലോചിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടായിരുന്നേ. ഞാൻ സ്പീഡിന്റെ ഓപ്പോസിറ്റ് എന്താന്ന് ആലോചിച്ചോണ്ടിരുന്നു. വെലോസിറ്റി എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കണക്ട് ചെയ്തത്. ആക്ച്വലി അതിന് മുന്നേ ഒന്നും മനസ്സിലായില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും 8ാം ക്ലാസ്സിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും 8ാം ക്ലാസ്സിലെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നു. Which of the following is sound of low pitch? പറയാൻ പോകുന്ന ഓപ്ഷനിൽ ഏതാണ് ലോ പിച്ച്? സൗണ്ട് ഓഫ് ലോ പിച്ച്. സൗണ്ട് ഓഫ് എ ലേഡി, സൗണ്ട് ഓഫ് എ മാൻ, സൗണ്ട് ഓഫ് എ കുക്കു കുയിൽ. ഓപ്ഷൻ ഡി സൗണ്ട് ഓഫ് എ വിസിൽ. ശരിയാ, അതെടുത്തോ. പക്ഷെ ബാക്കിയുള്ളതിന് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. മറ്റേനല്ലേ? തോന്നുന്നത് അതാണ്. ഇതായിരിക്കും ചിലപ്പോ. പക്ഷെ പറയാൻ പറ്റത്തില്ല, നമ്മള് വിചാരിക്കുന്നതായിരിക്കത്തില്ല ചിലപ്പോ. അല്ലെ ഏതായാലും കുഴപ്പമില്ല, എഴുതിക്കോ, നോ പ്രോബ്ലം. സൗണ്ട് ഓഫ് വിസിൽ. നമ്മള് സൗണ്ട് ഓഫ് എ മാൻ. ഞാൻ ഇവരോട് ലാസ്റ്റ് ചോദിക്കാം. നമുക്കുള്ളത് ബാസാ. അത് തന്നെ പറഞ്ഞത്. സത്യം കേട്ടോ, കുയിലിനും മറ്റേ ഗേൾസിനൊക്കെ ഭയങ്കര ഇതാ സൗണ്ട് ഉള്ളത്. പക്ഷെ നമുക്ക് ഞാനത് പറഞ്ഞതാ, ബാസിന്റെ കാര്യം പറഞ്ഞു. ലാസ്റ്റ് ചോദിക്കുന്നത് ഞങ്ങൾ പോട്ടി ആയുധം കൊടുത്ത് നമ്മള് 10ാം ക്ലാസ്സിൽ നമ്മൾ മുംബൈയിലേക്ക് എത്തി. അപ്പൊ എന്തായാലും ഗൈസ്, ഓക്കെ, അപ്പൊ നമ്മൾ 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 9th സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ കിടക്കുവാണ് ഗൈസ്. അപ്പൊ എന്തായാലും 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് Who is the father of the Indian Constitution? അത് സിമ്പിൾ സാധനമാണ്. മറ്റേ ഇങ്ങനെയില്ലേ? അത് പറയൂടി. ഒന്നുകൂടി ചോദ്യം നരേന്ദ്രമോദിയാ. ചോദ്യം പറ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവരാന്ന്. ആ, അങ്ങനെ അറിയാലേ. അത് അതായത് ഇതല്ലേ മറ്റേ ലൈക്ക് അതിന്റെ ഞാൻ എഴുതി കാണിച്ചു തരാം. അതിന് മലയാളം ഇതാണ് തോന്നുന്നുണ്ട്. ഉത്തരം ഗാന്ധിജി. നിങ്ങള് ജവഹർലാൽ നെഹ്റു. അത് ഏതാ ശരി? ഗാന്ധിജി അല്ലേ രാഷ്ട്രപിതാവ്? അത് ഇവൻ പറഞ്ഞിട്ട് ആ ഉത്തരം എന്താ? Constitution അത് അംബേദ്കർ. അത് ഡൗട്ടിനാണ് നമുക്ക്. ഭാഗ്യം. പിന്നെ ഒന്ന് അംബേദ്കർ അല്ലടാ, അംബേദ്കർ. വിക്കറ്റ് കീപ്പർ എന്ത് ചെയ്തത്? ആ ഓക്കെ. എന്തായാലും 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ഉത്തരം എല്ലാരും തെറ്റിച്ചിരിക്കും. ഫസ്റ്റ് ടൈം പൊട്ടി. നമ്മള് 3 ഫുൾ പാസ് ഉണ്ടല്ലേ? ഓ What is the formula for the area of circle? Area of circle. സർക്കിളിന് ചുറ്റുള്ളതിനെ നമ്മൾ പറയണ ഏത് രീതിയിലാണ് ഫോർമുല? എനിക്ക് മനസ്സിലായി. വിസ്തീർണം. ആ അതിന് വിസ്തീർണം മനസ്സിലായി. തീർണം കണ്ടുപിടിക്കും. സാധനം മനസ്സിലായി, പക്ഷെ ഫോർമുല ഓർമ്മല്ല. ഗാന്ധി നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറ. π/2. നിങ്ങള് അല്ല അതല്ല. നമ്മള് റേഡിയസ് ബൈ 2. നമ്മള് സീന. πr square. അയ്യോ, ഞാൻ പയ്യാറ് പറഞ്ഞു. സ്ക്വയർ ആണെന്നല്ലേ? നോക്കറിയില്ലായിരുന്നല്ലോ. 64 ബിറ്റ് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. നല്ല ഉറപ്പായിരുന്നു. പക്ഷെ അത് അത് അത്രയും ആളായില്ലേ. ആ ഗൈസ്, അപ്പൊ 9ാം ക്ലാസ്സിൽ നമ്മൾ 8 നില പൊട്ടിയിരിക്കുന്നു. 9ാം ക്ലാസ്സിൽ 9 നില പൊട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ SLC
ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല. അതെ 10ാം ക്ലാസ് വരെയുള്ളോ? എഴുതാൻ പറ്റൂല, ഇത്രയും പൊട്ടി ആൾക്കാരെ നിങ്ങൾ എഴുതി ഞങ്ങൾ പോകണം. ഓക്കെ ഗൈസ്, എന്തായാലും SLC-യോടുകൂടി നമ്മുടെ ചാലഞ്ച് അവസാനിക്കുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ SLC ആണ് ഗൈസ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ SLC-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോരാ. The part where sound receptors are located. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സംബന്ധം മനസ്സിലായി, എനിക്ക് സംബന്ധം മനസ്സിലായ സ്പെല്ലിംഗ് മാർക്ക് കുറയോ? പക്ഷേ മാർക്ക് കിട്ടാതിരിക്കും. ഇല്ലല്ലോ, സാധനം ഉത്തരവാ. ഇത്തരം പറഞ്ഞാൽ മതി. കാരണം സയന്റിഫിക്കൽ ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇത് പറഞ്ഞോളൂ. കോക്ലിയ, രോമം, ചെവിയുടെ ഉള്ളിലെ രോമം. ആ രോമം എന്തിനാണെന്നറിയോ? ആ, അതെ. അഴുക്ക് കയറി അവിടെ ഇരിക്കാൻ വേണ്ടിട്ട്. അയ്യോ, ആ രോമം എഴുതിയത്. ഉത്തരം എന്താ? Cochlea. നമ്മൾ SLC-യിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഈ ചാനലിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇതിന് ശേഷം ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 2 മാർക്ക് കിട്ടൂട്ടെ ഇതില്. 2 സംഭവങ്ങളുണ്ട്. ഓക്കെ. Draw the male reproductive system and label the following parts. പാർട്സിന്റെ പേര് എഴുതി വെച്ചോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരയ്ക്കണം. ഫീമെയിൽ അല്ലേ? അത് പിന്നെ ഫീമെയിൽ ആണെങ്കിൽ എളുപ്പമായിരുന്നല്ലേ. അല്ല, ഫീമെയിലിൽ പഠിക്കാൻ ഓർമ്മിട്ടില്ല. ലേബിൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള പാർട്സിന്റെ പറഞ്ഞുതരാം. ടെസ്റ്റിസ്, യൂറിനറി ബ്ലാഡർ, ഓ അത് എവിടെയെന്ന് അറിയില്ല കേട്ടോ, മറ്റേത് അറിയാം. എപ്പിഡെർമിസ്. ഇത് ശരിക്കും നമ്മള് 2 കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നു, ബാക്കി 2 നമുക്ക് ഐഡിയ ഇല്ല. സമയമില്ലേ ക്രൂ? കുറെ നേരം നമ്മള് കാണട്ടെ. ക്രെഡിറ്റ് ടു എഡി മിഥിവി. നിങ്ങൾ കാണിക്കില്ലേ? ബയോളജി പഠിച്ചിട്ടില്ലേ? എടാ, അത് ഫീമെയിൽ അല്ലേ? ഇത് ഫീമെയിൽ. അതുണ്ട് നമ്മുടെ ആ ടെസ്റ്റിക്കിൾസ്. എടാ, അതിങ്ങനെയല്ല വരക്കേണ്ടത്, ഇത് ഗേൾസിന്റെ അങ്ങനെ. ഞാൻ എഡിമിസിയെ വരച്ചേ. നമ്മള് ചെറിയ ഫോട്ടോ ആണ്. നമ്മള് ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചു. നമ്മളാ സാധനം ഉദ്ദേശിച്ചതാ ഉണ്ട. അതാണ് നോക്കിയത്, പക്ഷെ അത് വന്നില്ല. മാർക്കില്ലേ? കണ്ടുപടി ഇതൊക്കെ എനിക്കറിയത്തില്ല. യൂറിനറി ബ്ലീഡർ ഇതാണോ? ബ്ലാഡർ ഗേൾസിലെ ബ്ലീഡർ. ഞാൻ പറഞ്ഞ ടെസ്റ്റിസ് ഇതാന്ന്. എന്തായാലും ഇവിടെ 9 ആൻഡ് ഇവിടെ 3 ആണ് ഗൈസ് സ്കോർ. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു എക്സാം ചാലഞ്ചിലെ ഗൈസ് നമ്മൾ ജയിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ